കാറിന് തീപിടിച്ച് ഒരു പെൺകുട്ടിക്കുണ്ടായ അപകടം നമ്മളെല്ലാവരും കണ്ടതാണ്. സോന. അപ്പോൾ ഈ കാറിൻ്റെ ബാക്ക് സീറ്റിലാണ് കുട്ടി ഇരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അവരുടെ നടത്തിയ തെരച്ചിലിൽ അവർ അന്വേഷണത്തിൽ പിന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് തീ പിടിക്കാനൊരു സാധ്യത, പക്ഷേ ഇത് പുറകിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ കുട്ടിയുടെ ജീവനും നഷ്ടമായി കഴിയുമ്പോൾ പിന്നെ ആ കുട്ടി കരഞ്ഞില്ല എന്നുള്ളതൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് കരഞ്ഞില്ല? ഒരു ചെറിയൊരു പൊള്ളലിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വല്ലാണ്ട് നമ്മൾ അഗ്രസീവായിട്ട് നമ്മൾ നല്ല രീതിയിൽ സൗണ്ട് അടിക്കുകയൊക്കെ ചെയ്യും, അറിയും. ഇതെന്തുകൊണ്ട് അനങ്ങിയില്ല? ആരും അറിഞ്ഞില്ല. ആ രക്ഷാപ്രവർത്തനത്തിന് വന്നവർ പോലും അതിൻ്റെ അകത്തൊരാളുണ്ടെന്ന് അറിഞ്ഞില്ല. എന്താണെങ്കിലും കുറച്ചധികം സമയം എടുക്കും ഒരു എന്താ പറയുക ഒരു ജീവൻ നഷ്ടപ്പെടാനായിട്ട്. അതിങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറഞ്ഞേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവർക്ക് ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ കള്ള് കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. എങ്ങനെയുള്ള ഒരുത്തൻ്റെ അടുത്തോട്ട് ഈ 7 മാസമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ കുടിച്ചവൻ്റെ കൂടെ എന്തിനാണ് വിടുന്നത്? ഈ കുടിച്ചെന്ന് ഒരാൾ കുടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവൻ അത്രയും കുടിച്ചാലേ മനസ്സിലാവുള്ളൂ. കുറച്ചൊക്കെ ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ബോധമില്ലാത്തവൻ്റെ കൂടെ ഒരു യാത്ര എന്തിനാ അത് സമ്മതിച്ചു? അപ്പോൾ അതാണ്, എങ്ങനെയും പോയിട്ടെ വിവാഹം കഴിഞ്ഞു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ ജീവിതമാണ്, നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുക. ഇതാണ് മിക്ക വീട്ടുകാരുടെയും പോളിസി. അത് മാത്രമല്ല, അത് പേരൻസിൻ്റെ മാത്രം തീരുമാനമല്ല, പെൺകുട്ടികളുടെ മറ്റ് കാരണവന്മാരുടെയും കൂടി തീരുമാനമാണ്. എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളാണ് വളർത്തിക്കൊണ്ട് വന്നത് അവളെ. നിങ്ങളുടെ മരണം വരെ അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം. വിവാഹം കഴിച്ചു വിട്ടു എന്ന് പറഞ്ഞ് ഒരിക്കലും എന്തും സഹിച്ച് അവിടെ നിൽക്കണമെന്നല്ല. അങ്ങനെ എന്തും സഹിച്ച് നിങ്ങളവിടെ നിൽക്കാൻ അവളോട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് പറയുക. അവളുടെ ആയുസ് പകുതി എത്തുമ്പോൾ നിന്ന് പോയാൽ, അത് നിലച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ നിങ്ങൾക്ക് അർഹതയില്ല. അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ പറ, നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അല്ലാതെ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വിസ്മയയുടെ കേസിൽ കരഞ്ഞു പറഞ്ഞതാണ് ആ പെൺകുട്ടി, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കാണില്ല, അത്രയും ഇതാണ്, പേടിയാണ് എന്ന് വരെ പറഞ്ഞിട്ട്, അതൊക്കെ അങ്ങനെയാണ് മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എത്ര ഇൻ്റർവ്യൂവിലാണ് അയാളൊക്കെ ആ അച്ഛൻ കയറിയിരുന്നുകൊണ്ട് പറഞ്ഞത്. പുച്ഛമാണ് തോന്നിയത്. സത്യം പറയാലോ, ദയൊന്നുമല്ല തോന്നിയത്, പുച്ഛമാണ് തോന്നിയത് അയാളോട്. മനസ്സിലായില്ലേ? അത്രയും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നല്ലോ. ഭർത്താവും വേണ്ട, ആരും വേണ്ട. ആ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നല്ലോ. അത്രയ്ക്കുള്ള സാമ്പത്തികവും എല്ലാം ഉള്ള, അത്രയും സാഹചര്യവും ആരോഗ്യം എല്ലാം ഉള്ള കുട്ടിയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നല്ലോ, അവനെ കളഞ്ഞിട്ട് ആ വീട്ടിൽ വന്നിരുന്നെങ്കിൽ. അതാ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അത് അങ്ങനെയാണ് ജീവിതം. എങ്ങനെയാണ് ജീവിതം? അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു വിഷയം പറയുമ്പോൾ, ഇവിടെ പ്രശ്നമുണ്ട് എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അതൊന്ന് അന്വേഷിക്കുക. 10 പേര് ചേർന്ന് അതൊന്ന് അന്വേഷിക്കുകയും അത് ഒന്ന് അറിയിക്കുകയും വേണം. കുറച്ച് വേണ്ടപ്പെട്ടവരെ അത് തീർച്ചയായിട്ടും അറിയിക്കുകയും വേണം. അല്ലാതെ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അഹിതം സംഭവിച്ചു കഴിഞ്ഞ് അത് അറിയിക്കുന്നത് മൂഢത്തരമാണ്. നിങ്ങളുടെ തെറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് കരയാൻ അർഹതയില്ല. ഒരച്ഛനും അമ്മയെന്ന നിലയിൽ അർഹതയില്ലെന്ന് തന്നെ പറയും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരയരുത്, കല്ല് പോലെ നിൽക്കണം. 7 മാസമുള്ളൊരു പെങ്കൊച്ചിനെ കുടിച്ചിട്ട് വന്നെന്ന് തോന്നിയവൻ്റെ കൂടെ വിട്ടിട്ട് ഇപ്പോൾ മൊത്തം ഇതാണ്. ഇനി അവനും എന്തായാലും 60% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ഒക്കെ പറയുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അത് കുട്ടി കരഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം അത് അന്വേഷിച്ച് അവർ തന്നെ കണ്ടെത്തട്ടെ, പറയട്ടെ. എന്തായാലും വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ഉള്ള കാര്യം ശരി തന്നെ, ദുരൂഹത ധാരാളമുണ്ട്. കാരണം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അതും വെള്ളമുള്ള സ്ഥലത്ത് തന്നെ സംഭവം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. തീ എന്തായാലും പുറകിൽ നിന്ന് പിടിച്ചിരിക്കുന്നു. കുട്ടി കരഞ്ഞില്ല, ഇവനെടുത്ത് ചാടിയിട്ടുമുണ്ട്. അപ്പോൾ അവൻ വെള്ളത്തിൽ ചാടി കുറച്ച് പൊള്ളലേൽപ്പിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ചാടാനെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ ഈ റോഡിൻ്റെ നടുക്കല്ലേ നിർത്തും. നമ്മൾ പെട്ടെന്നൊരു സ്പാർക്കൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ സൈഡ് ചേർക്കാൻ തന്നെ നേരം ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ദുരൂഹതയുണ്ട്. എങ്കിൽ പോലും അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും തെളിയട്ടെ. ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ വരട്ടെ, അവന് ശിക്ഷ കിട്ടട്ടെ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു ജീവനില്ല. ഒരു ജീവനല്ല, 2 ജീവനാണ് നഷ്ടപ്പെട്ടത്.
ആ ഒരു ജീവിതം, ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഫോർമുല കൊണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, നട്ടലുള്ളവന്മാരാണെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക, അന്തസ്സുള്ളവന്മാരാണെങ്കിൽ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് കരുതിയോ പിന്നെ സ്ത്രീധനത്തിന് വേണ്ടിയോ അവൾ കൊണ്ടുവരുന്ന അതും വെച്ച് കടം പെരുക്കി വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ നിനക്കൊരു പെണ്ണിനെ പോറ്റാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നീ വിവാഹം കഴിക്കുക, അവളെ സംരക്ഷിക്കാനും കഴിവുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക. അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ മൃഗമായിട്ട് കാണുന്നവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവൾ അവിടെ എങ്ങനെയും ജീവിച്ചോളും. ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് ജീവിച്ചെന്നും പറഞ്ഞ് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒരുപാട് പേര് ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഒരു പ്രതിസന്ധികൾ കാണുമായിരിക്കും, എന്തായാലും ഇത്രയും വരത്തില്ലല്ലോ. ഇത്രയൊക്കെ ഒരു ഇതൊക്കെ കാണുമായിരിക്കും, ഇത്രയും വരത്തില്ല. അത്രയും സമാധാനം വീട്ടുകാരെങ്കിലും കാണുമല്ലോ, പെൺകുട്ടികളുടെ വീട്ടുകാരെങ്കിലും കാണും. വിവാഹം കഴിപ്പിച്ചഴിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അയ്യോ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ വിവാഹം കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ അവൾ വിവാഹം കഴിച്ചില്ല, അത്ര തന്നെ, അത്രയേ ഉള്ളൂ. അതാണ്. എന്താണെങ്കിലും കൊള്ളാം കാലത്തിൻ്റെ പോക്ക്.